சேர்ந்ததே நாம் ஜீவனே சுந்தரி கண்ணால் ஒரு சேதி சொல்லடி இந்நாள் நல்ல தேதி என்னையே தந்தேன் உனக்காக ஜென்மமே கொண்டேன் அதற்காக. വിഷ്ണുവേട്ടാ, അല്ല ഇതെപ്പോ വന്നു? നിക്കാതെ പോയി തുണി എടുത്തിട്ടടി. അയ്യേ, സ്വപ്നമായിരുന്നോ? ഞാൻ എന്തൊക്കെയാ ആലോചിച്ച് കൂട്ടുന്നത്. ഞാൻ പുറത്ത് കാണും. പിന്നെ നിന്റെ ഫോൺ ഇങ്ങതാ. വിഷ്ണുവേട്ടാ, ഫോണ് കണ്ട് അവിടെ ഇരിപ്പുണ്ട്, എടുത്തോ. ഫസ്റ്റ് ടൈം ഒന്നും അല്ലല്ലോ ഇങ്ങനെ കാണുന്നേ. പിന്നെ ഞാനിതിനിങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്. പോയി ഡ്രസ് ഇട്ടിട്ട് വരാം എന്തായാലും. ഇത് ഈ ഫോട്ടോ ഇവിടെ എപ്പോഴത്തെ ആയിരിക്കും? വിഷ്ണുവേട്ടാ എപ്പോഴാ വന്നേ? ഞാൻ അമ്മയുടെ അരിക്കിലോട്ട് പോകാഞ്ഞോണ്ട് വിഷ്ണുവേട്ടൻ വന്ന കാര്യം അറിഞ്ഞില്ല. വാൾപേപ്പർ സെറ്റ് ചെയ്തേക്കുന്ന ഫോട്ടോ നീ എപ്പോ എടുത്തതാ? ഇന്നലെ രാവിലെ കറങ്ങാൻ പോയപ്പോ എടുത്ത ഫോട്ടോയാ. എന്താ ഏട്ടാ? ഒന്നുമില്ല. നീ ഈ ഫോട്ടോ എന്റെ നമ്പറിലോട്ട് ഒന്ന് സെൻഡ് ചെയ്തേക്കു. പിന്നെ നീ എന്നാ വന്നത്? അല്ല അത് പിന്നെ ഞാൻ നിനക്ക് എന്നോട്ടാ വിക്ക് തുടങ്ങിയത്? എന്റെ അറിവിൽ നിനക്ക് വിക്കൊന്നുമില്ല. പിന്നെ ഇപ്പൊ നീ എന്താ പഠിക്കുന്നത്? ഞാനും വൈശു ഇപ്പൊ ഒരുമിച്ചാ പഠിക്കുന്നേ. പിന്നെ ഏട്ടൻ പോയി കഴിഞ്ഞ് അമ്മ എന്നെ ഹോസ്റ്റലിലോട്ട് വിട്ടില്ലായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് നേരിട്ട് അവരുടെ തന്നെ കോളേജിലോട്ട് അഡ്മിഷൻ ശരിയാക്കി തന്നതാ. പക്ഷെ അമ്മ പോവണ്ട പറഞ്ഞു. ഞാൻ പോയ തൊട്ട് നീ ഇവിടെ ഉണ്ടോ? ഏട്ടൻ വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് ഈ റൂമില്. ധ്രുവ, നിന്നെ അമ്മ വിളിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ഏട്ടാ, ഞാനിതാ താഴോട്ട് പോവാ. നീ താഴോട്ട് പോയിക്കോ. ഹലോ സിദ്ധു, ഞാൻ നിനക്കൊരു ഫോട്ടോ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊരു കാറിന്റെ പിക്കുണ്ട്. ആ കാറിന്റെ നമ്പർ വെച്ച് നീ അത് ആരുടെ കാറാന്നുള്ള ഡീറ്റെയിൽസ് ഉടനെ എടുക്കണം. ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ നീ അതെനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ? അല്ല, ഇത് എന്റെ ഡയറി. ജീവിക്കണോ മരിക്കണോ എന്നറിയാതെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി സങ്കടം വന്നാലും സന്തോഷം വന്നാലും അത് ആരോടും പങ്കുവെക്കാതെ കഴിഞ്ഞു പോയ 18 വർഷങ്ങൾ. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ അല്ലേ? ഞാൻ അഗ്നി ധ്രുവ. എനിക്ക് 10 വയസ്സുള്ളുമ്പോഴാ എന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചത്. ആരോരും ഇല്ലാത്ത എന്നെ കുറച്ച് നാട്ടുകാർ ചേർന്ന ഒരു ഓർഫനേജിലാക്കിയത്. പിന്നെ അവിടെയായിരുന്നു എന്റെ പഠനവും ജീവിതവും എല്ലാം. അവിടെ എന്നെ പോലെ കുറെ കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആരോടും മനസ്സ് തുറന്നൊരു അടുപ്പവും തോന്നിയിട്ടില്ല. അങ്ങനെ ഞാൻ +1 പഠിക്കുന്ന സമയത്ത് എന്റെ ലൈഫിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നത്. എന്റെ ജീവനം തന്നെ മാറ്റിമറിച്ച ഒരു വ്യക്തി. ഹലോ സിദ്ധു, എന്തായി? സാർ, ആ കാറിന്റെ ഓണർ ഒരു ഫേക്ക് ഐഡിയ യൂസ് ചെയ്തേക്കുന്നത്. അതെനിക്ക് മുന്നേ തോന്നിയായിരുന്നു സിദ്ധു. അതൊന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയാ ഞാൻ നിന്നോടൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. സാർ, അടുത്ത് നമ്മൾ ഇനി എന്ത് ചെയ്യാനോ പോന്നേ? നമുക്ക് നോക്കാം സിദ്ധു. നീ ഏതനോട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ. ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഏതൻ സാറിന്റെ ഫോൺ ഓഫ് ആയിരുന്നു സാർ. അതാ. പിന്നെ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു ഇത്രയും നേരം. ഇപ്പഴാ പോയത്. ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ പോയി പറഞ്ഞേക്കാം. നീ അവനോട് പറഞ്ഞേക്ക്. ഏട്ടാ, അമ്മ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. നീ ചെല്ലു, ഞാൻ വന്നേക്കാം. ശരി ഏട്ടാ, ഇനി താമസിക്കല്ലേ, അമ്മ വഴക്ക് പറയും. നീ താഴോട്ട് പോയിക്കോ. തൽക്കാലം ഈ ഡയറി എന്റെ ഇരിക്കട്ടെ.
എടാ വിഷ്ണു വന്ന് വല്ലതും കഴിക്ക്. ആ അച്ഛാ ഞാൻ ദാ വരുന്ന്. എന്നാ കഴിക്കും മക്കളെ. എടാ വിഷ്ണു, നിനക്കൊരു ഇഡ്ഡലിയും കൂടെ വെക്കട്ടെ? ആരാടാ ഈ സമയത്ത്? ഏതിനാച്ച? എന്തേലും അത്യാവശ്യം കാണും. ഒരു മിനിറ്റ്. ഹലോ, വാട്ട്? ഞാനിപ്പോ വരാം. ഡാ വിഷ്ണു, കഴിച്ചിട്ട് പോടാ. വേണ്ടപ്പ ഞാൻ പോവാ, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. അച്ഛാ, ആ ന്യൂസ് ഒന്ന് വെച്ച് എളുപ്പന്ന്. എന്താ മോളെ, എന്തു പറ്റി? വൈഷു കാര്യം പറഞ്ഞീ. അയ്യോ എന്റെ അച്ഛ, കഥാപ്രസവം നടത്താൻ ആ റിപ്പോർട്ട് കൊടുത്താ. നഗരത്തിൽ വീണ്ടും ഒരു പ്രമുഖന്റെ മകളെ കാണാതായതിനെ തുടർന്ന് തിരച്ചിൽ ശക്തമാക്കിയിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ 10 മണിയോടടുത്ത് റെയിൽവേ സ്റ്റേഷനടുത്തു നിന്നും പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. ACP വിഷ്ണു സഹസ്ര സംഭവ സ്ഥലത്തുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ റിപ്പോർട്ടർ അരുൺ നമുക്ക് തരുന്നതാണ്. അരുൺ, എന്താണ് അവിടുത്തെ അവസ്ഥ? നിത്യ, ഞാൻ ഇപ്പോ ഉള്ളത് സംഭവ സ്ഥലത്താണ്. ഇവിടെ ACP വിഷ്ണു സഹസ്ര വന്നിട്ടുണ്ട്. അദ്ദേഹം ബോഡി കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. നിത്യ, അതെ, ACP സാർ വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ACP സാറിനോട് തന്നെ ചോദിക്കാവുന്നതാണ്. സാർ പ്രമുഖ ബിസിനസ്മാൻ സക്കീർ റാവുവിന്റെ മകളുടെ ബോഡി തന്നെയല്ലേ സാർ അത്? അതെ, അത് സക്കീർ റാവുവിന്റെ മകൾ അമിയ സക്കീർ റാവുവിന്റെ ഡെഡ് ബോഡി തന്നെയാ. അവരുടെ ഫാമിലിയിലെ ഒരാൾ വന്ന് ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ അനാസ്ഥ തന്നെയല്ലേ സാർ ഇപ്പൊ ഇങ്ങനെ ഒരു കൊലപാതകം കൂടെ നടത്താൻ കാരണമായത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാനാണ്. ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നതെന്ന് ഒരു പ്രസ് മീറ്റ് എന്തായാലും വെക്കും. ഇന്ന് നിങ്ങൾക്ക് വേണ്ട വിവരങ്ങളൊക്കെ തരുന്നതായിരിക്കും. സോ പ്ലീസ് സാർ പ്ലീസ് സാർ, വൺ മോർ ക്വസ്റ്റ്യൻ സാർ, പ്ലീസ്. ഈ കേസ് ഇങ്ങനെ പോയാ ഏഴിന് നല്ല പ്രഷർ കാണും. അതെ, പാവട്ടെ. എന്നാലും ആരായിരിക്കും ഇതിന്റെയൊക്കെ പിന്നിൽ? എന്തിന്? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോയിരുന്നു എല്ലാം പഠിക്കാൻ നോക്കൂ. ഞാൻ പഠിച്ചിട്ടാ വന്നത്. അല്ല, ഏട്ടനിപ്പോ കൊറേ ടെൻഷനൊക്കെ അടിച്ചിരിക്കുവല്ലേ, ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാന്ന് കരുതി, അതാ. നീ എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാന്ന് നീ പറയുന്നേ? പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കുട്ടിക്കളിയാണോ നിന്റെ വിചാരം? ഓ, കുട്ടിക്കളിയല്ല, സമ്മതിച്ചു. അതൊന്ന് താ, ഞാൻ നോക്കട്ടെ. ഇതെന്താ? അതൊക്കെ അവിടെ വെക്ക. നീ എന്താ ഈ കാണിക്കുന്നേ? അല്ലേട്ടാ, തട്ടിക്കൊണ്ട് പോയിട്ടുള്ള 2 വിക്ടിംസും ലെഫ്റ്റ് ഹാൻഡഡാ അല്ലേ? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? തട്ടിക്കൊണ്ട് പോയിട്ടുള്ള 2 വിക്ടിംസും ലെഫ്റ്റ് ഹാൻഡഡാ അല്ലേന്ന്.